കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്ന സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് വരുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ, ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തുന്നല്ലോ. ഇന്നും കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മുടെ ജീവിതത്തെ നടക്കുവാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനത്തിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും ലജ്ജിച്ചു പോകത്തില്ല. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ഇന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വായിക്കാം. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിച്ചു വരുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് അനുഭവിക്കുവാൻ പാകത്തിൽ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകുകയില്ല. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധ-ആത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ സഹായിക്കുന്ന ഒരു സഹായകനായ പരിശുദ്ധ-ആത്മാവിലൂടെയുള്ള ജീവിതമാണ് വിശ്വാസ ജീവിതം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നമ്മൾ പല വിഷയത്തിൻ്റെ അകത്ത് ഭാരപ്പെട്ട് തളർന്നിരിക്കുമ്പം നമ്മൾ ചിന്തിക്കും, നമുക്ക് ആരുമില്ല, നമ്മളെ സഹായിക്കാൻ ആരുമില്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, നമ്മളെ ബലപ്പെടുത്തുവാനോ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനോ നമുക്ക് ആരുമില്ല എന്ന് പലപ്പോഴും നമ്മൾ കരുതിയേക്കാം. എന്നാൽ ബൈബിൾ പറയുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അപ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ടല്ലോ. ഏറ്റവും വലിയ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർക്കേണ്ടതിന് വീണ്ടും വരും. എന്നാൽ പ്രത്യാശ, വിശ്വാസം, ഇത് രണ്ടും ഒരു ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്. ഒന്ന് വിശ്വാസം, 2 പ്രത്യാശ. ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പ്രത്യാശയും ആവശ്യമാണ്. നമ്മളിന്ന് പല വിഷയത്തിൽ ഭാരപ്പെടുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ വിഷയം എന്നെ അവസാനിപ്പിക്കത്തില്ല, ഞാൻ ഈ വിഷയത്തിൻ്റെ മേൽ ജയിക്കും എന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഭാവി എന്താണെന്നുള്ള പ്രത്യാശയിൽ ഞാൻ ജീവിക്കുന്നു. എന്താ പ്രത്യാശയെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ സകലതും എൻ്റെ ദൈവം നന്മയാക്കി മാറ്റും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പ്രത്യാശ ക്രിസ്തു യേശുവിലുള്ളതാണെങ്കിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ അനുദിനം നമ്മൾ ഓരോ വിഷയത്തിൽ ഭാരപ്പെടുമ്പോഴും പരാജയപ്പെടത്തില്ല, തകർന്നു പോകത്തില്ല, നിങ്ങൾ അവിടെ ലജ്ജിതരായി തീരത്തില്ല, അവിടെ നോക്കുകയും കര കയറി വരും. ഇതാണ് നിങ്ങളുടെ പ്രത്യാശ. ആമേൻ. അപ്പോൾ താഴേക്കുള്ള വാക്യത്തിൽ എന്താണ് നമ്മുടെ പ്രത്യാശയ്ക്കും ദൈവസ്നേഹത്തിലും നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉറപ്പ്? ഇവിടെ വചനം പറയുന്ന 8-ാം അധ്യായത്തിൽ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നമുക്ക് വേണ്ടി ആ സ്നേഹത്തെ ഇന്ന് പ്രകടമാക്കി തന്ന കർത്താവിൻ്റെ വചനത്തെപ്പറ്റി പറഞ്ഞാൽ, പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പം നമ്മോടുള്ള സ്നേഹം, നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്ന എപ്പോഴാണ്? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുവാൻ കർത്താവ് തയ്യാറായപ്പോൾ തന്നെ ബൈബിൾ പറയുന്നു നമ്മോടുള്ള സ്നേഹത്തെ കർത്താവ് വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല, എൻ്റെ പ്രത്യാശ തകർന്നു പോകത്തില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാൻ ഇന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്കൊരു ധൈര്യം വരുന്നുണ്ടോ? വചനം കേൾക്കുമ്പം നിങ്ങളുടെ ഉള്ളിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ടോ? ഇതാണ് ഏറ്റവും വലിയ പ്രത്യാശയായ ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമുക്ക് ലഭിക്കുന്ന ഉറപ്പ്. ഈ ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഒടുവിൽ ജയം കർത്താവിലാണ്. നിങ്ങൾക്ക് അത്ഭുതം കാണും.
പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്, ബ്രദർ എനിക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര വചനം കേട്ടിട്ടും എനിക്കിപ്പോഴും ഒരു ധൈര്യമോ ദൈവം ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും എനിക്കിപ്പോൾ ഇല്ല. അതിൻ്റെ അർത്ഥം അവരിൽ പ്രത്യാശ വരുന്നില്ല. അതിൻ്റെ അർത്ഥം അവരിൽ പരിശുദ്ധ ആത്മാവിൻ്റെ സ്നേഹത്താലുള്ള വിശ്വാസം വരുന്നില്ല. നിങ്ങൾക്കത് ഉണ്ടാകുന്നെങ്കിൽ ഞാൻ പറയുന്നു, ഉറപ്പിച്ചു, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. ഇനി നിങ്ങൾ ധൈര്യത്തോടെ വചനം കേൾക്കുക, പ്രതീക്ഷയോടെ കാത്തിരിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ കാണുവാൻ കഴിയുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആരുടെ ഉള്ളിലാണോ നിരാശകളുടെ നടുവിലും വചനം കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഊരിത്തിരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾ അത്ഭുതം കാണും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുതം. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ടൊന്ന് പറഞ്ഞ്, കർത്താവായ യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം എൻ്റെ മേൽ സംഭവിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുതം ഞങ്ങളുടെ മേൽ സംഭവിക്കുന്നല്ലോ. ഞങ്ങളുടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ വലിയ ദൈവപ്രവൃത്തി ഇന്ന് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങളുടെ മേൽ സംഭവിക്കുന്നല്ലോ. വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പോൾ അത്ഭുതം ഇന്ന് സംഭവിക്കുന്നല്ലോ. അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പോൾ അവിടെ കർത്താവ് പറയുന്നു, സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് തൊടുന്നതായിട്ട് ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവുക. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിമ്മി എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കുകയാണ്. നിമ്മി ആ ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഇത് എന്നെ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു കുടുംബ ജീവിതത്തിൻ്റെ മേൽ വലിയൊരു സമാധാനം കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഐക്യതയുടെ പ്രവൃത്തി, ഐക്യതയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈ നിമിഷം മുതൽ ദൈവാത്മാവ് തൊടുന്നല്ലോ. രോഗശക്തികളെ കർത്താവ് ഇന്ന് പീഡിപ്പിക്കുന്നത്, രോഗത്തിൻ്റെ ആത്മാക്കൾ നിങ്ങൾ ഇന്ന് വിട്ടുപോകുന്നു. അത്ഭുത സൗഖ്യം, വർഷങ്ങളുള്ള വേദനകൾ ഇപ്പോൾ സൗഖ്യമാകുക, കാലപ്പഴക്കം ചെന്ന രോഗങ്ങൾ സൗഖ്യമാകുക, ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലെന്ന് പറഞ്ഞ രോഗങ്ങൾ ഇപ്പോൾ ഈ നിമിഷം തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമോ കൈയെടുത്ത് വെച്ചെന്ന് സ്വന്തം ശരീരത്തിലോ വേദനയുള്ള ഭാഗത്തോ അല്ലെങ്കിൽ സ്വന്തം ബോഡിയിലോ കൈയെടുത്ത് വെച്ച് ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ അത്ഭുതത്തെ കർത്താവ് ചെയ്യുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കൊല്ലത്തും കോട്ടയത്തും എറണാകുളത്തും നടക്കുന്ന ഫെബ്രുവരിയിലെ പ്രാർത്ഥനയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിലേക്ക് പങ്കുചേരുക. വലിയ അത്ഭുതങ്ങളെയും വലിയ ദൈവപ്രവൃത്തികളെയും കണ്ണുകൊണ്ട് കാണാനും അനുഭവിക്കുവാനും കർത്താവ് നിങ്ങളെ ഇടയാക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. സമാധാനത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് വീണ്ടും ഒരുമിച്ച് എല്ലാ ദിവസവും സൂം പ്രയറിൽ കാണാം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.